കാളികാമർദ്ദനം കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പ്രലംബാസുരനെ കൊല്ലുന്നതാണ് പിന്നെ വരുന്നത് കഥ. ആ കാട്ടിലിങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം അന്ന് എല്ലാവരും വീട്ടിലേക്ക് പോകും. പിറ്റേ ദിവസം ആദ്യ കാട്ടിൽ ഇവർ കുട്ടികൾ പോയ സമയത്ത് ഓരോ കളികളെ പറ്റിയൊക്കെ പറയും. ഇന്ന് നമുക്ക് എന്ത് കളിയാ കളിക്കേണ്ടത്, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമുക്ക് ദ്വന്ദ്വയുദ്ധം ചെയ്ത് കളിക്കാം. തമ്മിൽ ഓരോരുത്തർ രണ്ടാളായിട്ട് യുദ്ധം ചെയ്തിട്ട് ജയിക്കുന്ന ആളെ തോൽക്കുന്ന ആള് എടുത്തിട്ട് ഒരു വടവൃക്ഷമുണ്ട്, ഒരു വലിയ ഒരു ആൽവൃക്ഷം. ആ ആൽവൃക്ഷത്തിന്റെ അതുവരെ ചുമന്ന് കൊണ്ടുപോകണം, തലയിലെടുത്ത് കൊണ്ടുപോകണം. അവിടെ എടുത്ത് കൊണ്ടുപോയാൽ അവിടെ വിടാം. അങ്ങനെ ഒരു മത്സരത്തിന് ഒരു പന്തയം വെച്ച് എല്ലാവരും കൂടി അങ്ങനെ. അപ്പൊ ഈ പ്രലംബാസുരൻ വന്നപ്പോൾ കൃഷ്ണൻ കാണിച്ചു കൊടുത്തു ബലരാമൻ, ഇത് അസുരനാണ്, നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ പരീക്ഷിച്ച് നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നതാണ്, ഏട്ടൻ സൂക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇവർ പറഞ്ഞു ഇന്ന് നമുക്ക് ദ്വന്ദ്വയുദ്ധമായിട്ട് കളിക്കാം. പറഞ്ഞാൽ എല്ലാവരും റെഡിയായി 2 പക്ഷമായിട്ട് തിരിഞ്ഞു. ബലരാമന്റെ സെറ്റ് ഒന്ന്, കൃഷ്ണന്റെ സെറ്റ് വേറെ ഒന്ന്, 2 സെറ്റായിട്ട്. അപ്പൊ ഈ പ്രലംബാസുരന് കൃഷ്ണനെ പേടിയുണ്ട്. കൃഷ്ണൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട് കൃഷ്ണന്റെ സെറ്റിൽ ചേർന്ന് ഈ പ്രലംബാസുരൻ. എന്നാൽ പിന്നെ കൃഷ്ണനെ ഉപദ്രവിക്കില്ലല്ലോ. കൃഷ്ണന്റെ സെറ്റിൽ പ്രലംബാസുരനും ബാക്കി കുറേ ആളുകൾ ബലരാമൻ്റെ. അങ്ങനെ ശ്രീദാമ പറയുന്ന ഒരു കുട്ടിയോട് തോറ്റിട്ട് കൃഷ്ണൻ ആ കുട്ടിയെ ചുമന്നിട്ട് കൊണ്ടുപോകും. അതൊക്കെ കാണിക്കാനാണ്, ഭക്തന്മാരുടെ ദാസനാണ് താനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അങ്ങനെ ആ കുട്ടിയെ ചുമന്ന് ഈ വടവൃക്ഷം വരെ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കി വിടും. അങ്ങനെ ഓരോ 2-3 കുട്ടികളുടെ പേര് പറയുന്നുണ്ട്. ഓരോ കുട്ടികളെ ഓരോരുത്തരോട് തോറ്റിട്ട് അവർ ആ കുട്ടികളെ എടുത്ത് അവിടം വരെ കൊണ്ടുപോകും. അങ്ങനെ ബലരാമനും പ്രലംബനുമായിട്ടാണ് ഇതൊന്നും യുദ്ധം ചെയ്യുക. അപ്പോൾ പ്രലംബൻ ബലരാമനോട് തോൽക്കും. അപ്പോൾ ബലരാമനെ പ്രലംബൻ തലയിലെടുത്തിട്ട് ഈ വടവൃക്ഷം വരെ കൊണ്ടുപോകണം കണക്ക് പ്രകാരം.